കയ്യേറ്റക്കാരോടാകേണ്ടേ കുരിശുയുദ്ധം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ എസ് രാജേന്ദ്രൻ MLA, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പരസ്യമായി തന്നെ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ ഇന്ന് നടന്ന ഈ കുരിശ് ഇടിച്ചു പൊളിക്കൽ സംഭവത്തോട്. പക്ഷേ കുരിശിനെ ഒരുപാട് പേർ വിശ്വസിക്കുന്നുണ്ട് എന്നും സർക്കാരിന് കുരിശിനെ വഹിക്കാൻ കഴിയില്ല, കുരിശ് എന്ത് ചെയ്തു എന്നീ രൂപത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഏതെങ്കിലും ഈ കുരിശിനെ വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹത്തിന് മുറിവേറ്റതായ ഒരു സൂചനയും ഇതുവരെയില്ല. പുലർച്ചെ നടന്ന കാര്യമാണല്ലോ, രാത്രിയായല്ലോ. ഇത്ര വൈകാരികമായി മുഖ്യമന്ത്രി ഇതിനെ കാണുന്നുവെങ്കിൽ ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരേണ്ടിയിരുന്നതാണ് ഇതിനോടകം. അങ്ങനെ വന്നില്ല എന്ന് മാത്രമല്ല, മറിച്ചുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് താനും. ഞാനൊരൊറ്റ പ്രതികരണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ആ കുരിശ് നീക്കം ചെയ്തതിൽ സന്തോഷിക്കുന്നത് ക്രിസ്തു, യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനാധിപനായ ബിഷപ്പ് ഗീവർഗീസ് മാർ കുർലോസാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കത്തോലിക്ക സഭയും ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതേ നിലപാട്. പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയനും ഇടുക്കിയിലെ CPM നേതൃത്വത്തിനും ഇങ്ങനെ ഒരു ആശങ്ക? ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ആദ്യം പ്രചരണമല്ല, മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി അദ്ദേഹം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഒരു മതവിശ്വാസിയെയും വേദനപ്പെടുത്താത്ത നിലയിൽ സമീപനങ്ങൾ സ്വീകരിക്കണം. ഒരു കുരിശ് നിൽക്കുന്ന ആ സ്ഥലം എന്നുള്ളത് വേണ്ടി വന്നാൽ ഒരു ലിങ്സോ 5 ലിങ്സോ അല്ലെങ്കിൽ അര സെൻറ്റോ ഒക്കെ ആകാം. അതിൻ്റെ പേരിൽ പറയുന്ന കണക്കുകൾ എന്നെല്ലാം പൊള്ളത്തരവാണ് എന്ന് നേരിൽ അറിയാവുന്നവർക്കറിയാം. കേൾക്കുന്ന ലോകത്തിന് ഇതെല്ലാം ഭാവനാപൂർവമായ സങ്കല്പത്തോടുകൂടി സിനിമയാക്കി മാറ്റാം. ആ ഷൂട്ടിംഗാണ് കഴിഞ്ഞ 27-ാം തീയതി മുതൽ നടക്കുന്നത്. എന്താണ് 27-ൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു ഇടുക്കിയിലെ പട്ടയ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഒരു നിമിഷം ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിൽ, ഒരു നിമിഷം ശ്രീ രാജേന്ദ്രൻ, പഴങ്കഥ അവിടെ നിൽക്കട്ടെ. നമുക്ക് അതിലേക്ക് പോകാം, സഹകരിക്കുക, അതിലേക്ക് പോകാം. ഒരു നിമിഷം ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിൽ, ഇവിടെ രാജേന്ദ്രൻ പറഞ്ഞു തുടങ്ങുന്നത് ഇതൊരു വിശ്വാസി സമൂഹത്തിന്റെ മേഖലയാണ്, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു നടപടിയാണ് ഇന്ന് ഈ പറയുന്ന മൂന്നാറിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അങ്ങയുടെ വികാരം വ്രണപ്പെട്ടിട്ടുണ്ടോ? രാജേന്ദ്രൻ മനസ്സിലാക്കട്ടെ. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ കേരളത്തിൻ്റെ സർക്കാർ വളരെ നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനധികൃതമായ കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നുള്ളത്. അതിനെ സഭ നിശ്ചയമായിട്ടും സ്വാഗതം ചെയ്യുന്നുണ്ട്. അനധികൃതമായ ഇവിടെ ഒരു കുരിശിടിച്ച് നിലത്തിട്ടു എന്നതാണ് വലിയ പ്രശ്നമായി ഉന്നയിക്കുന്നത്. കുരിശിനെ വിശ്വസിക്കുന്നവരെ അത് ബാധിച്ചിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി അടക്കം പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അതാണ് വേണോ അതിന്റെ പ്രശ്നം. എനിക്കിപ്പോഴും തോന്നുന്നത് നമ്മൾ ഈ കുടിയേറ്റ പ്രശ്നം നമ്മൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന എനിക്ക് ആദ്യം ദേവീത് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത്, ചോദിക്കുന്നതിന് നേരിട്ട് മറുപടി പറയൂ. ആദ്യം ഈ കുരിശ് ഇടിച്ച് നിലം പൊത്തിച്ചതിൽ അങ്ങയുടെ വികാരം വ്രണപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? അതാണ് ഞാൻ തീർച്ചയായിട്ടും. അതായത് ഒരു കുരിശ് കൈകാര്യം ചെയ്യുമ്പോൾ, കുരിശ് എന്ന് പറയുന്നത് ലോകത്ത് ഒരുപാട് ആളുകൾ ആദരിക്കുന്ന ഒരു സംഗതിയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ഒരു ഡെക്കോറം, അല്പം കൂടി ഒരു ഡീസൻസി കാണിക്കണം എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. കുരിശ് വെക്കുന്ന കാര്യത്തിലും ഡീസൻസി കാണിക്കണമല്ലോ. കുരിശ് വെക്കുന്ന കാര്യത്തിലും ഡീസൻസി കാണിക്കണമല്ലോ. തീർച്ചയായിട്ടും വേണു, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനത് പറയുന്നതിൻ്റെ 2 വശങ്ങൾ ഞാനൊന്ന് പറയട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിതിനെ പറയുന്നത് 2 വശങ്ങളാണ്. മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതിനെ കുരിശ് അവിടെ വെച്ചത് ശരിയാണെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. കാരണം അതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് പഠിക്കണം. അനധികൃതമാണ് അവിടെ അത് അങ്ങോട്ട് വെച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് നീക്കം ചെയ്യണം. അത് നീക്കം ചെയ്യുമ്പോൾ
അതിൻ്റെതായ ഒരു രീതി എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ CPIയുടെ പാർട്ടി ഓഫീസ്, CPM MLAയുടെ 4 സെന്റ് സ്ഥലം, ഇങ്ങനെയുള്ള നിസ്സാരമായ ഇത് ചെയ്ത ആളുകൾക്ക് പലതവണ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. 3 തവണയാണ് ഇത് നീക്കം ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിട്ടുള്ളത്. അവർ തിരിച്ചു വക്കീൽ നോട്ടീസ് അയക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് ഇത് ഒരു ആരോപണമാണെന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. എന്ന് മാത്രമല്ല, ഇത് മാനനഷ്ടം വരുത്തിയെന്നും പറയുകയാണ്. ഈ രൂപത്തിലാണ് ഇത് വെച്ചവർ പ്രവർത്തിച്ചത്. അപ്പൊ സ്വാഭാവികമായും ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ആർക്കും ഇല്ലാതെ വരുമ്പോൾ, ഒരു നിമിഷം, ഇതിൽ ആർക്കും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ വരുമ്പോൾ പിന്നെ അത് പിന്നെ അത് ഒരധിക ചിഹ്നം പോലെ നിൽക്കുന്ന ഒരു നിർമ്മാണം മാത്രമാണ്, ഒരു അനധികൃത നിർമ്മാണമാണ്. കുരിശെന്നൊന്നും അതിനെ വിളിക്കേണ്ട, ഒരു അധിക ചിഹ്നം പോലെയുള്ള ഒരു കോൺക്രീറ്റ് സ്തൂപം അതെടുത്ത് മാറ്റി, അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. അതാണ് കാരണം, അനധികൃതമായ ഒരു സ്ഥലത്താണ് അത് നിൽക്കുന്നതെങ്കിൽ അവിടെ കുരിശിനെ അധിക്ഷേപിച്ചു എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. മനസ്സിലായോ? അതല്ല അതിന്റെ ശരി. കാരണം അനധികൃതമായ ഒരു സ്ഥലത്താണ്. താങ്കളുടെ മറുപടി ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. KK ശിവരാമൻ, CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി, ടെലിഫോൺ ലൈനിൽ. ശ്രീ KK ശിവരാമൻ, ഇവിടെ സഭയുടെ വക്താക്കൾ പോലും പറയുകയാണ് ഇതിൽ വികാരപരമായി ഒന്നുമില്ല എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്ര വലിയ ഹാലിളക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്? മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് വാസ്തവത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞ കുരിശ് എന്ത് ചെയ്തു? ഈ കാര്യത്തിൽ പൊളിച്ച് നിലം പൊത്തിക്കുക എന്നത് ഈ സർക്കാരിന്റെ നയമല്ല. കുരിശുമായി ബന്ധപ്പെട്ട ഗൗരവതരമായൊരു കാര്യമാണത്. അത്തരമൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് സർക്കാരിനോട് ആലോചിക്കണമായിരുന്നു. കുരിശും വഹിച്ച് സർക്കാർ നടക്കാൻ കഴിയില്ല. കുരിശ് എന്നത് വിശ്വാസ സമൂഹം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു പ്രതീകമാണ്. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ ഉണ്ടോ ഇന്ന് രാവിലെ നടന്ന ഈ ഒരു അനധികൃത കോൺക്രീറ്റ് നിർമ്മിതി എടുത്ത് ദൂരെ കളഞ്ഞതിൽ? അതെ, വിശ്വാസത്തിന്റെ പ്രതീകമായ കുരിശിനെ കയ്യേറ്റത്തിന്റെ പ്രതീകമാക്കി മാറ്റാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കുരിശ് ഒരു പ്രതീകമാണ്. അത് ഒരു മഹാത്യാഗത്തിന്റെ പ്രതീകമാണ്. ലോകം എല്ലാം ആദരിക്കുന്ന, ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു ത്യാഗത്തിന്റെയും കൂടി പ്രതീകമാണ് കുരിശ്. ആ കുരിശിനെ കമ്പോളത്തിലെ കച്ചവട ചരക്കാക്കി മാറ്റാൻ പാടില്ല, കയ്യേറ്റ മാഫിയയുടെ പ്രതീകമാക്കി മാറ്റാൻ പാടില്ല. അങ്ങനെ മാറ്റുന്നതിനെയാണ് വിശ്വാസികൾ ചോദ്യം ചെയ്യേണ്ടത്. അതിനെതിരെയാണ് വിശ്വാസികൾ ഒരുമിച്ച് നിരക്കുന്നത്. ശരി, ജാഗ്രത കുറവുണ്ടായെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടെ. മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ ജാഗ്രത കുറവുണ്ടായില്ല എന്ന് എനിക്ക് അങ്ങനെ പറയാൻ കഴിയും. ജില്ലാ ഭരണകൂടത്തിന് ജാഗ്രത കുറവുണ്ടായി. നാളെ വിശദമായി കാര്യങ്ങളെല്ലാം സംസാരിക്കും. അപ്പോൾ തുടർ നടപടികളുടെ കാര്യത്തിൽ വ്യക്തതയും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു ഭീഷണിയുടെ സ്വരമാണത്. എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് ഭംഗ്യന്തരേണ മനസ്സിലാക്കേണ്ടത് ഇടുക്കി CPM എന്തു പറയുന്നു അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത് എന്നതാണ്. അത് അപമാനകരമാണ്. വിശ്വാസി സമൂഹം കുരിശിനെ വിശ്വസിക്കുന്നു, ഒരു ജനാധിപത്യ സമൂഹം മുഖ്യമന്ത്രിയെ വിശ്വസിക്കുന്നു. പക്ഷെ മുഖ്യമന്ത്രി ഒരു ഇടുക്കി CPMന്റെ മാത്രം വക്താവായി മാറുന്നു. ഇതാണ് ഇവിടുത്തെ നില. അല്ല, അത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പറയാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുരിശ് നീക്കം ചെയ്യുന്ന കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നു, റവന്യൂ മന്ത്രി അറിഞ്ഞിരുന്നു. അതല്ലാതെ ഒരു കളക്ടറോ സബ് കളക്ടറോ അവർക്ക് തോന്നിയതുപോലെ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഗൗരവതരമായ ഒരു കാര്യമാണ് താങ്കൾ പറയുന്നത്. ഈ കുരിശുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ധാരണ എത്രത്തോളം ശരിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഇപ്പൊ കുരിശിനെ ചിലര് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കുരിശിനെ പ്രതീകമാക്കി മാറ്റി കുരിശിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കയ്യേറ്റ മാഫിയെ സഹായിക്കുന്നതിനുള്ള നീക്കം അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനോട് യോജിക്കാൻ കഴിയില്ല. ഗവൺമെന്റ് തുടങ്ങിവെച്ച ജോലി, ആ ജോലിയുമായി മുമ്പോട്ട് പോകണം എന്നാണ് എന്റെ അഭിപ്രായം. പൊളിക്കലല്ല ഈ സർക്കാരിന്റെ നയം എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. പിന്നെ എന്തിനാ റവന്യൂ വകുപ്പ് ഇത് പൊളിക്കുന്നു? അല്ല, പൊളിക്കലല്ല എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ മറ്റു നിർമ്മാണ വീടുകൾ, കെട്ടിടങ്ങൾ, അത്തരം കാര്യങ്ങളാണ് പൊളിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇത് 2800 ഏക്കർ സ്ഥലം വരുന്ന പാപ്പാത്തി ചോല വനത്തോട് ചേർന്ന് അതിന്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ കുരിശ് നേരത്തെ ഉണ്ടായിരുന്നു, 5-6 വർഷമായിട്ടുള്ളതാ. വളരെ പെട്ടെന്ന് ആ കുരിശ് മാറ്റി ഭീമാകാരനായ ഒരു കുരിശ് കൊണ്ടുവന്ന് വെച്ചത് ദുരുദ്ദേശത്തോടു കൂടിയാണ്. പൊളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുരിശിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരെ തടയാൻ പറ്റുമോ? മെഴുകുതിരി കത്തിക്കാൻ വരുന്നവരെ തടയാൻ പറ്റുമോ? ആ കുരിശിന്റെ സമീപത്ത് പ്രാർത്ഥനാലയം ഉണ്ടാക്കിയാൽ തടയാൻ പറ്റുമോ? അപ്പൊ കുരിശ് വെച്ചതിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൊളിക്കാൻ നിർബന്ധിതമായത്.
ശ്രീ കെ കെ ശിവരാമൻ, ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി എന്ന് പറയുകയുണ്ടായി, ഇത് സർക്കാരിൻ്റെ സ്ഥലമാണ് എന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടാൽ അവർ ചെയ്യേണ്ടത് അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കുക. അത് മതിയായിരുന്നോ? അല്ല, അങ്ങനെ ഒരുപാട് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന് സ്ഥാപിച്ച ബോർഡുകൾ എവിടെയൊക്കെയാണെന്ന് ആർക്കും ഇപ്പം നിശ്ചയില്ല. ഒരു ബോർഡ് സ്ഥാപിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കയ്യേറ്റക്കാർ അവരുടെ കയ്യേറ്റുമായി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ചർച്ചയിലുടനീളം എനിക്കറിയാം താങ്കൾ യാത്ര ചെയ്യുകയാണെന്ന്, പക്ഷേ ഈ അസൗകര്യത്തിലും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ എസ് രാജേന്ദ്രൻ MLA, കെ കെ ശിവരാമന് എന്ന് വെച്ചാൽ സഹ കമ്മ്യൂണിസ്റ്റിന് കഴിഞ്ഞ ദിവസം കോടിയേരി പറഞ്ഞില്ലേ, ഞങ്ങളുടെ സഹോദര പാർട്ടി. ആ സഹോദരന് മനസ്സിലാകുന്നില്ല താങ്കൾ പറയുന്നത്. ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിലിന് മനസ്സിലാകുന്നില്ല ഏത് വികാരമാണ് വ്രണപ്പെട്ടത് എന്ന്. അപ്പോൾ കയ്യേറ്റക്കാരുടെ വികാരമാണ് വ്രണപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ മുഖമാണ് ഈ ചർച്ചയിൽ ശ്രീ എസ് രാജേന്ദ്രൻ. വേണുവിന് അവമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം അവസാനിച്ച് പോകുമല്ലോ എന്ന്. നിങ്ങൾക്ക് കച്ചവടമാണല്ലോ. ഇതിൽ ഫാദർ പറഞ്ഞ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. അതായത് ഭൂമി ഏറ്റെടുക്കാം, കയ്യേറ്റം ഒളിപ്പിക്കാം, അതിലൊന്നും ഒരു തർക്കവുമില്ല. പൊളിക്കാൻ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ഫാദറിന് വേദനയില്ലേലും കുരിശ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ശില്പമാണ്. അതിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകളുടെ ഫാദറിനില്ലാത്ത ഏത് സ്ഥലത്താണ് രാജേന്ദ്രന് വേദനിക്കുന്നത്? ഫാദർ എന്ന് പറയുന്നത് സിറോ മലബാർ സഭയുടെ വക്താവാണ്. എസ് രാജേന്ദ്രൻ ഇടുക്കി, ഒരു നിമിഷം എസ് രാജേന്ദ്രൻ ഇടുക്കിയിലെ CPM-ന്റെ നേതാവാണ്. അൽമായ സഭയുടെ പ്രതിനിധിയായിട്ടല്ല താങ്കൾ ഇരിക്കുന്നത്. ഞാൻ താങ്കളുടെ പേരിന് ചുവടെ CPM എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തെറ്റുപറ്റിയതല്ലോ ശ്രീ രാജേന്ദ്രൻ. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ അനുവദിക്കുക. അവിടെ കയ്യേറ്റം ഒളിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരല്ലോ. ഇത്രയും കാലം ഇത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് കാണേണ്ട ആളുകൾ കണ്ടോ ഇല്ലയോ എന്നുള്ളതിലേക്കും ഞാൻ കടക്കുന്നില്ല. അവിടെ എന്താ പ്രശ്നം? ഓരോ ഈ നിലയിലേക്കുള്ള ഒരു പ്രവൃത്തിയെ കുരിശിനെ പൊളിച്ചു എന്ന് വേണ്ടായിരുന്നു. അതവിടെ നിലനിർത്തിക്കൊണ്ട് ഗവൺമെൻറ് ഏറ്റെടുത്തു, പ്രഖ്യാപിക്കാം. അവിടെ നിരോധനം നടപ്പിലാക്കാം, ആളുകൾ പ്രവേശിക്കരുത്, പ്രാർത്ഥന നടത്തരുത് എന്ന് പ്രഖ്യാപിക്കാം. അങ്ങനെ നിരോധന എന്ന് പറയുന്നത് ഒരു ആത്മീയമായ പ്രതീകമാണ്. അവിടെ അങ്ങനെയെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട വിശ്വാസാചാരങ്ങളാണ് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. അങ്ങനെയല്ല ആ കുരിശ് അവിടെ നിൽക്കുന്നത് എന്നാണ് ഫാദർ പൂച്ചക്കാട്ടിൽ പറയുന്നത്. അത് കയ്യേറ്റത്തിന്റെ പ്രതീകമാണ്. ഒരു നിമിഷം, കയ്യേറ്റത്തിന്റെ പ്രതീകമാണ്. വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒന്ന് എന്ന് മാത്രമല്ല, അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധവും പൊതുമുതലിനെ കക്കുന്നതുമായ ഒരു നിർമ്മാണമാണ് അത്. എങ്കിൽ അത് നീക്കണം അവിടെ നിന്ന്. അതിനെ ശാശ്വതീകരിക്കേണ്ട യാതൊന്നും അവിടെയില്ല. ഇത് പറയട്ടെ, സാധൂകരിക്കാൻ ഉദ്ദേശിക്കുന്നതല്ല. കയ്യേറ്റം ഒളിപ്പിക്കുക തന്നെ ചെയ്യണം. പൊളിച്ചതിലാണ് തർക്കം. ഗവൺമെൻറ് ഏറ്റെടുക്കാം. പകരം ഒരു മതപരമായുള്ള ചടങ്ങ്, അത് ഏത് മതവും ആയിക്കോട്ടെ, ആ നിലയിൽ മതപരമായ ഒരു ചടങ്ങോട് നടക്കുന്നില്ല. ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ റോയ് കെ പൗലോസ്, ഇന്നിപ്പോ ഇബ്രാഹിം കുട്ടിക്കല്ലാറും വേദനിക്കുന്നത് കണ്ടു. ഇതിങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്? വിശ്വാസ സമൂഹത്തെ വ്രണപ്പെടുത്തില്ലേ എന്ന്. ഇതൊരു കയ്യേറ്റ മോഡലാണ്. ഒരു ഷെഡ് കെട്ടുന്നു, അതൊരു കയ്യേറ്റ മോഡലാണല്ലോ മൂന്നാറിൽ. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു സ്വഭാവമാണ് ഈ പറയുന്ന ഈ അധിക ചിഹ്നം അവിടെ ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത്. പിന്നെ അതിനടുത്ത് ഒരു ഷെഡ്, പിന്നെ എല്ലാ മാസവും വെള്ളിയാഴ്ച കുറേ വിശ്വാസികളെ സ്വയം സംഘടിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് ആരാധന നടത്തുന്നു. പിന്നെ അത് ഒരു ആത്മീയ ടൂറിസമായി വികസിപ്പിക്കാമെന്ന് കരുതുന്നു. ഇതേ കയ്യേറ്റക്കാർക്ക് തന്നെ ചിന്നക്കനാലിൽ റിസോർട്ടുകളുണ്ട്. ഇങ്ങനെ ആത്മീയ ടൂറിസത്തിന് വരുന്നവരെ അപ്പോൾ അവിടെ പാർപ്പിക്കാം, അങ്ങനെ ഇരട്ടി ലാഭം ഉണ്ടാക്കാം. ഇതൊരു കയ്യേറ്റത്തിൻ്റെ പുതിയ മോഡലാണ്. ഇതിനെയാണോ നിങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രതീകമായി കാണുന്നത്? ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഈ വിഷയത്തെ. ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്തുള്ള അഭിപ്രായം, അവിടെ ഇന്നിപ്പോൾ നടത്തിയ ആ നടപടിയിലൂടെ വിശ്വാസികളുടെ വികാരങ്ങളൊന്നും വ്രണപ്പെട്ടിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവിടെ അങ്ങനെ ആളുകൾ ആ പ്രദേശത്ത് കാര്യമായിട്ട് ആരും താമസിക്കുന്ന സ്ഥലമല്ല, അവിടെ സ്ഥിരമായിട്ട് ആരാധന നടക്കുന്ന സ്ഥലമല്ല, അതുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളും അവിടെ നടക്കുന്ന സ്ഥലമല്ല. ഈ പറയുന്ന വസ്തുതകൾ അതായിരിക്കെ
ഇങ്ങനെയൊരു നടപടി അവിടെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പ്രത്യേകിച്ചൊരു വിശ്വാസികളുടെയും വികാരം വ്രണപ്പെടേണ്ട ഒരു സാഹചര്യവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. പിന്നെ വേണമെങ്കിൽ ആലോചിക്കാമായിരുന്നൊരു കാര്യം, ഇതായിരുന്നോ ആദ്യം പോയി